ഹായ് സുന്ദരീസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം പോയപ്പോ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഗ്രീൻ ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിയിൽ എന്താണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എനിക്കറിയാം ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കുറെ പേർക്ക് സംശയം ഉണ്ടാവും. അപ്പൊ ബ്രാ പിന്നെ നോർമൽ ആയിട്ടുള്ള പാഡഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുള്ള സിവാമേ എന്നുള്ള ബ്രായാണ്. ഷോർട്സ് വന്നിട്ട് ഞാൻ എപ്പോഴും സൈക്ലിംഗ് ഷോർട്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുക. അതാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല കോട്ടൺ നല്ല മെറ്റീരിയൽ ആണ്, നമുക്ക് ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ അത്യാവശ്യത്തിന് വലിപ്പമുണ്ട്. ഇപ്പൊ ഞാൻ ഈ സൈക്ലിംഗ് ഷോർട്സ് ആണ് അടിയിൽ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഇവിടം വരെ ഉണ്ടാവും കേട്ടോ. ഈ ഉടുപ്പായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി അല്ലെങ്കിൽ പൊന്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് നമുക്ക് തോന്നില്ല. അപ്പൊ ഇതിന്റെ ന്യൂഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. ജസ്റ്റ് ന്യൂഡ് ബ്ലാക്ക് വേണമെങ്കിൽ വൈറ്റ് മേടിച്ചു വെക്കാവുന്നതാണ്. ന്യൂഡ് ആൻഡ് ബ്ലാക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് കേട്ടോ. പിന്നെ നിഴലടിക്കുന്ന ഡ്രസ്സസ് ആണ്. ഇപ്പൊ ഷോർട്സ് ഇടുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ലേ, ഇതിനിപ്പോ അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഷോർട്സ് ഇടാവുന്നതാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇത് കണ്ടോ ഈ ഒരു ഫ്ലാപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അധികം നിഴലടിക്കൂല. പിന്നെ ഡ്രസ്സസ് ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പറക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഒട്ടിക്കൂലെ, അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈലോൺ ആണ്. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് കോട്ടൺ സൈക്ലിംഗ് ഷോർട്സ് തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് പേർക്ക് വയറുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഹൈഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഷേപ്പ് വെയർസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈറ്റ് ആയിട്ടുള്ള നല്ലോണം ഉള്ളിലേക്ക് ആവുന്ന ഷേപ്പ് വെയർ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഈ കുഞ്ഞി ഷേപ്പ് വെയർ ഉണ്ടല്ലോ, അത് അധികം ഉള്ളിലേക്ക് ആക്കില്ല, പക്ഷെ സ്റ്റിൽ ആ ഒരു ടമ്മി ടക്ക് ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും യാത്രയുടെ ടൈം ആണെങ്കിൽ ഈ സൈക്ലിംഗ് ഷോർട്സ് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇതാകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്, ഇടാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം എന്താ നോക്കുക, സുഖമായിട്ട് യാത്ര ചെയ്യുക. അതാണല്ലോ നമ്മുടെ മെയിൻ പ്രയോറിറ്റി. ഭംഗിയൊക്കെ പിന്നെ സെക്കൻഡറി ആയതുകൊണ്ട് ഇതാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ആ പ്രോഡക്ട്സ് ടാഗ് ചെയ്തിട്ടുണ്ട്.